അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റെയിൽവേ സ്റ്റേഷനിൽ 8ാം ക്ലാസ്സുകാരിയെ രാത്രി കണ്ടത് 3 ചെറുപ്പക്കാരോടൊപ്പമാണ്. സ്കൂളിലേക്ക് പോയ കുട്ടി രാത്രിയായും വീട്ടിലേക്ക് തിരിച്ചു വരാതിരിക്കുമ്പോൾ കുടുംബ വീട്ടിലും കുട്ടി പോകാൻ സാധ്യതയുള്ള പല വീടുകളും പരിശോധിക്കുമ്പോൾ കുട്ടി എത്തിയതായി എവിടെ ഉണ്ടെന്നുള്ള ഒരു പിടുത്തവുമില്ലാതെ ആ മാതാപിതാക്കൾ അന്വേഷിച്ചിങ്ങനെ പോകുമ്പോഴാണ് കുട്ടിയെ കണ്ടത്. വളരെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. 3 ചെറുപ്പക്കാരെ കൂടെ കണ്ടതിനേക്കാൾ ഏറ്റവും അവരുടെ മനസ്സിന് ദുഃഖം തോന്നിയത് അവരുടെ മകളാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് കണ്ടത്. കാരണം ആ ചെറുപ്പക്കാരെ കൂടെ അവരെ തോളിൽ കൈയിട്ടും അവരെ സ്പർശിച്ചും അവരെ ചുംബിച്ചിങ്ങനെ ഒരു വളരെ കാണാൻ പറ്റാത്ത രീതിയിലാണ്. 8ാം ക്ലാസ് മാത്രമാണ്. മാതാപിതാക്കളുടെ വിചാരം പൊട്ടും തിരിയാത്ത കുട്ടി എന്നല്ലേ. ഈ കുട്ടിയുടെ ഈ പെരുമാറ്റം കണ്ട് ആ മാതാപിതാക്കൾ ആകെ സങ്കടപ്പെട്ടു. ആ കുട്ടിയെ വീട്ടിൽ കൊണ്ട് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് പരിശോധിക്കുമ്പോഴാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കിട്ടുന്നത്. കുട്ടിയെന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള, മാതാപിതാക്കൾ എന്നും ഇടപെട്ട് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന, മാതാപിതാക്കളുടെ സന്തോഷത്തിൽ കഴിയുന്ന കുട്ടിയായിരുന്നു. കുറച്ച് ദിവസങ്ങളായി കുട്ടിയിൽ പല പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കാര്യമായൊന്നും കണക്കിലെടുത്തില്ല. കാരണം കുട്ടികൾ പഠിക്കുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളെ കൊണ്ടായിരിക്കുമെന്നാണ്. കാരണം സംസാരമൊക്കെ കുറവാണ്. എന്നെ കുറച്ച് സംസാരിച്ചാൽ തന്നെ വല്യമ്മയോട് മാത്രമാണ്. ഈ രീതിയിലായിരുന്നു കുട്ടിയുടെ പെരുമാറ്റമൊക്കെ. അവസാനം കുട്ടി ഒരു കൗൺസിലിൻ്റെ അരികിലാണ് കൊണ്ടുപോയത്, കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോഴാണ് കുട്ടി പറഞ്ഞ ഓരോ കാര്യങ്ങളും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ആ കുട്ടി ഈ ഒരു രീതിയിലും ആ കുട്ടിയുടെ സ്വഭാവത്തിനുണ്ടായ വ്യത്യാസത്തിനുള്ള കാരണങ്ങളും നമ്മുടെ വീട്ടിലും ഇത് സംഭവിക്കാൻ സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാവരിലേക്ക് എത്തേണ്ടതാണ്. ആ കുട്ടി എല്ലാം മണിമണിയായി തൻ്റെ ജീവിതത്തിൽ ഇത്രയും ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ചും ആ കുട്ടിയെ ചതിച്ച വില്ലനെക്കുറിച്ചും എല്ലാം പറഞ്ഞു. നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരിലേക്ക്, ആ മാതാപിതാക്കളിലേക്ക് ഈ വീഡിയോ എത്തേണ്ടതാണ്. ആ കുട്ടി പറഞ്ഞത്, സ്കൂളിൽ പോയി പല സുഹൃത്തുക്കളുമായി, പെൺകുട്ടികൾ പരസ്പരം സുഹൃത്തുക്കളുമായി പല കഥകളും പറയുമല്ലോ. ആ കൂട്ടത്തിലെ പല വിഷയങ്ങളും ആ കുട്ടികളുമായി, കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മദ്രസയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയൊക്കെ ഉസ്താദന്മാരാണെങ്കിലും സ്കൂൾ അധ്യാപകന്മാരാണെങ്കിൽ പറയുന്നത്, അത് വാട്സപ്പിൽ അയച്ചു തരാം, അത് നോക്കി പഠിച്ചാൽ മതി, അത് നോക്കി എഴുതിയാൽ മതി എന്ന രീതിയിലായി മാറി. ഇത് വലിയ അപകടത്തിലേക്കാണ് എത്തിച്ചത്. കാരണം ഇന്ന് ഓരോ വീട്ടുകളിലും എല്ലാവരുടെ കയ്യിൽ മൊബൈലാണ്. ഉപ്പയുടെ കയ്യിൽ ഒന്ന് വേറെ, ഉമ്മയുടെ കയ്യിൽ വേറെ, മക്കളുടെ കയ്യിൽ വേറെ, അതുപോലെ വല്യപ്പണ്ടവരുടെ കയ്യിൽ വേറെ, എല്ലാവരിലേക്കും മൊബൈലാണ്. കാരണം ഇന്ന് കമ്മ്യൂണിക്കേഷൻ, പരസ്പരം സംസാരിക്കാൻ ആർക്കും സമയമില്ല, എല്ലാവരും മൊബൈലിലാണ്. അങ്ങനെ കുട്ടിയെ ശ്രദ്ധിക്കാൻ ഉമ്മാക്ക് സമയമില്ല, അതുപോലെ ഭർത്താവിനെ ഇങ്ങനെയാണ്. കാരണം എല്ലാവരും അവരവർ മൊബൈലിലൂടെ എല്ലാവരും തിരക്കിലാണ്. ഈ കുട്ടിയെ അത്രയും ശ്രദ്ധിക്കാൻ ആ മാതാപിതാക്കൾ കഴിഞ്ഞില്ല. കാരണം കുട്ടി മൊബൈൽ നോക്കി പഠിക്കുകയാണല്ലോ, പഠിക്കട്ടെ. കുട്ടി കണ്ടുകൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരുന്നതും മാതാപിതാക്കൾ വിചാരിച്ചതുപോലെയായിരുന്നില്ല. കാണാൻ പാടില്ലാത്ത പല വീഡിയോകളും കണ്ട് അതിൽ ആസ്വാദനം കണ്ടെത്തി അതുപോലെ ആകണമെന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. എത്രത്തോളം ഈ കുട്ടി പറയുന്നത്, എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്, ആ ജ്യേഷ്ഠനെയും അതുപോലെ എൻ്റെ ഉപ്പയും ഞാൻ കണ്ടത് വേറെ കണ്ണോടുകൂടിയാണ് എന്നാണ് കൗൺസിലറോട് കാര്യങ്ങൾ പറയുന്നത്. കാരണം അത്ര മോശമായിട്ടാണ് അവരെയും കണ്ടിരുന്നത് എന്നാണ്.
ഈ കുട്ടി മൊബൈൽ കണ്ടത് മുഴുവനും സമയം കാണാൻ പാടില്ലാത്ത പല അശ്ലീല വീഡിയോകളായിരുന്നു എന്ന് മാതാപിതാക്കൾ ഈ കുട്ടി പറഞ്ഞതിന് ശേഷമാണ്. ഈ കുട്ടി പല പുരുഷന്മാരെ കാണുമ്പോൾ പെട്ടെന്ന് ആകർഷിതയാവുകയും അവരുമായി പെട്ടെന്ന് ഇടപെടുകയും തൻ്റെ ആഗ്രഹങ്ങളെ തീർക്കാനുള്ള മോഹങ്ങൾ എന്തുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാർ നമ്മുടെ മക്കളെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്ന സമയത്ത് അവരെന്താണ് അതിൽ കാരണം അവർക്ക് ചില ഉമ്മമാർക്ക് അറിയില്ല, വാട്സപ്പ് ഒന്നും എന്തെന്നറിയില്ല, ഇൻസ്റ്റ എന്നറിയില്ല, ഒന്നും അറിയില്ല, അവർക്ക് ഒന്നും അറിയില്ല, പാവങ്ങളാണ്. ചില മാതാപിതാക്കള് മൊബൈൽ തന്നെയാണ് അവരും. അവർക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയമില്ല. ഉമ്മയെ കണ്ടും കേട്ടും പഠിക്കേണ്ട പൊന്നുമക്കൾ, ഉമ്മയുടെ തഹജ്ജുദ് നിസ്കാരം കണ്ട് പഠിക്കേണ്ട പൊന്നു മക്കൾ, ഇന്ന് ഉമ്മ തന്നെ കൂർക്ക വലിച്ച് എഴുന്നേൽക്കുന്ന തന്നെ 7 മണി 8 മണിക്കാണ്. ആ മക്കൾക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ ഈ നന്മകൾ? നമ്മുടെ മക്കളെ നന്മയിൽ എൻഗേജ് ആക്കുക എന്നുള്ളത് നമ്മുടെ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. ഇനി ഏത് ഉമ്മയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള നന്മകൾ? സുബഹിക്ക് എഴുന്നേറ്റ് ഖുർആൻ ഓതുന്ന ഉമ്മയെ കാണാനില്ല, തഹജ്ജുദിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഉമ്മയെ കാണാനില്ല, 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന ഉമ്മയെ കാണാനില്ല. ഉമ്മയും മൊബൈലിലാണ്, ആ മക്കളെ കാണുന്നത് ഉമ്മയും മൊബൈലിലാണ്. അത് കണ്ട ആ മക്കൾ പഠിക്കുന്നു. പിന്നെ ഇങ്ങനൊരു അവസ്ഥയിൽ മകളെ കാണുമ്പോഴാണ് അവർ ദുഃഖിക്കുന്നതും ഖേദിക്കുന്നതും. അത് ഇന്ന് മാതാപിതാക്കൾ മക്കൾക്ക് നല്ല നല്ല മൊബൈലുകൾ വാങ്ങിക്കൊടുക്കുന്ന തിരക്കിലാണ്. കാരണം മക്കൾ പഠിക്കണം, വളരണം എന്നുള്ള നല്ല രീതിയിൽ ചില മാതാപിതാക്കൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയാൽ നിനക്ക് മൊബൈൽ വാങ്ങിത്തരാം പലതും പറഞ്ഞു ആ മക്കൾ ആ മൊബൈൽ കാണുന്നത് എന്താണ് അവർ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നുപോലും ശ്രദ്ധിക്കാതെ നമ്മുടെ മക്കൾ പല അധപ്പതനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും സ്വന്തം ഉപ്പയെപ്പോലും നഗ്നരായി മക്കൾ റൂമിലേക്ക് വിളിക്കുന്ന വാർത്തകൾ ഈ അടുത്ത് നാം കേട്ടവരാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ പൊന്നുമക്കൾ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് മാതാപിതാക്കൾ ഗൗരവത്തിൽ ഇതെടുക്കണം. നമ്മുടെ മക്കളെ കയ്യിൽ മൊബൈൽ കൊടുക്കുകയാണെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി മാത്രം. നമ്മുടെ സ്കൂളിലും അതുപോലെ മദ്രസകൾ ഒരുപാട് വാട്സപ്പും പല രീതിയിലും അവർക്ക് എഴുതാനും വായിക്കാനും കൊടുക്കുന്നത് അവരുടെ പഠന വിജയത്തിനാണെങ്കിലും ആ പഠനം വിജയം കൊണ്ട് ഒരുപാട് ദുരന്തങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.